ഹായ് എവരിവൺ. എന്താണ് ആദില നൂറക്ക് സംഭവിച്ചത്? അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു വാർത്തയുടെ ക്ലിപ്പ് ഞാൻ സൈഡിൽ വെച്ച് തരാം. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നമ്മളെ ആരെങ്കിലും ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിന് വിളിക്കുന്നു. നമ്മൾ പോകുന്നു. പോയി വന്നതിന് ശേഷം അവരുടെ ഫേസ്ബുക്ക് പേജിൽ പറയുന്നു, എന്തിനാണ് ഇവന്മാർ വന്നത്, ഇവന്മാരെ ഞാൻ വിളിച്ചിട്ടല്ല വന്നത് എന്നൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ കുറിക്കുന്നു. എങ്ങനെയുണ്ടാവും നമ്മുടെ അവസ്ഥ? നമ്മൾ എന്തിനാണ് പോയത് നമ്മൾ ചിന്തിക്കൂലേ? എന്താണ് ആദില നൂറക്ക് സംഭവിച്ചത്? ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഓക്കെ. എന്നാൽ ഒരാളോടും ഒരു മനുഷ്യനും ചെയ്യരുതാത്ത ഒരു ദ്രോഹം ഫൈസൽ ക്ഷണിച്ച രണ്ട് അതിഥികളോട് ചെയ്തു. ബിഗ് ബോസിലൂടെ ഏറെ ശ്രദ്ധ നേടിയ ലെസ്ബിയൻ ദമ്പതികളായ ആദിലയെയും നൂറയെയും ഫൈസൽ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ആദിലയോടും നൂറയോടും ഒരയിത്തവും കാണിക്കേണ്ടതില്ല എന്ന് ഫൈസലിന് ബോധ്യമായതുകൊണ്ട് അവരെ ക്ഷണിച്ചതിൽ സന്തോഷമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആദിലയും നൂറയും അവിടെ എത്തി, ചടങ്ങിൽ പങ്കെടുത്തു, ആവേശത്തോടെ ആഹ്ലാദത്തോടെ മടങ്ങിപ്പോയി. അതിൻ്റെ റീൽസും ഇട്ടു. അതോടുകൂടി ചില സദാചാര കാവൽഭടന്മാർ രംഗത്തെത്തി ഫൈസലിനെ അധിക്ഷേപിക്കാൻ തുടങ്ങി. സമൂഹത്തിനും സ്വന്തം കുടുംബത്തിനും പിന്നെ മുസ്ലിം മതത്തെയും ഇത്രയും നീചമാക്കിയ ഈ രണ്ട് കൂതറകളെ വെച്ച് നീ മുസ്ലിമിനെ താറടിക്കാൻ കാണിക്കുന്ന ഫൈസലെ, നിന്റെ പോക്ക് നാശത്തിലേക്കാണ്. ഇത് ഒരു കമന്റാണ്. ഇത്തരത്തിൽ നൂറുകണക്കിന് സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു. ആ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത രണ്ട് ഊച്ചാളികളെയൊക്കെ താങ്കൾക്ക് എങ്ങനെ ക്ഷണിക്കാൻ കഴിയും? ആ ഊച്ചാളികളുടെ ഉപ്പമാരെയും ഉമ്മമാരെയും കണ്ണുകൾ താങ്കൾ ശാപമുണ്ടാകും, ഉളുപ്പില്ലാത്ത മനുഷ്യ എന്നൊക്കെ പറഞ്ഞ് വലിയ സൈബർ ആക്രമണം ഉണ്ടാവുന്നു. ഈ സൈബർ ആക്രമണം സ്വാഭാവികമാണ്. ഇത്തരം സൈബർ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാത്ത പൊട്ടനൊന്നുമല്ല ഫൈസൽ. ആ സൈബർ ആക്രമണത്തെ ഭയപ്പെടുന്നെങ്കിൽ ഫൈസൽ അവരെ ക്ഷണിക്കരുതായിരുന്നു. ക്ഷണിച്ചാൽ ഇത്തരം ആക്രമണം ഉണ്ടാവുമ്പോൾ അവഗണിക്കണമായിരുന്നു. പക്ഷെ ഫൈസൽ ചെയ്തത് അതല്ല. ഫൈസൽ ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ ആക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലേക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദമറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഫൈസൽ തൻ്റെ ഫേസ്ബുക്കിൽ ഇന്നലെ ഇട്ട കുറിപ്പാണ്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നൊരു കുറിപ്പായിരുന്നത്. നൂറയും അദീലയും ആ പരിപാടിയിൽ പങ്കെടുത്തത് ക്ഷണിച്ചിട്ട് തന്നെയാണ്. പൊന്നു പ്രേക്ഷകരെ, ഫൈസലിനോട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. എന്തിനാണ് ആദില നൂറയെ വിളിച്ചത്? ഫൈസൽ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു, എൻ്റെ അറിവോട് കൂടിയല്ല അവർ വന്നത് എന്ന്. അപ്പോൾ ഫൈസലിനോട് ഞാൻ ചോദിക്കുന്നു, ഈ പോസ്റ്റ് നിങ്ങൾ കാണാം. അതായത് ഫൈസൽ ഈ പറയുന്ന ആദില നൂറയുടെ കൂടെ ഒരുമിച്ച് നിന്ന ഫോട്ടോയാണ്. നിങ്ങൾ വിളിച്ചിട്ടല്ല അവർ വന്നതെങ്കിൽ നിങ്ങൾ എന്തിന് ഫോട്ടോ ഇട്ടു? ഇതിൻ്റെ അർത്ഥം, അതായത് ഈ പറയുന്ന ആദില നൂറയെ വിളിച്ചത് കൊണ്ട്, റീൽസിൽ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തത് കൊണ്ട് കുറേ പേര് ഈ പറയുന്ന ഫൈസലിനെ വിളിച്ച് പറഞ്ഞു, എന്തിനാണ് നീ ആദില നൂറയെ വിളിച്ചത്? നിരന്തരം ഫൈസലിന്, അതായത് സൈബർ ആക്രമണം വന്നതുകൊണ്ട് ഫൈസൽ എന്ത് ചെയ്തു? ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് എൻ്റെ അറിവോട് കൂടിയല്ല അവർ വന്നത് എന്ന്. ഫൈസൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കാര്യം ആദില നൂറ അറിയുമ്പോൾ അവർ എത്രമാത്രം ടെൻഷൻ അടിക്കും. ഞാൻ പേഴ്സണൽ നിങ്ങൾ പറയും, നീ ആദില നൂറക്ക് സപ്പോർട്ട് കൊടുക്കുന്നവനുണ്ടോ എന്ന് എന്നോട് ചോദിക്കും. ഒരു കാര്യം പറയുകയാണ്, ആദില നൂറക്ക് സപ്പോർട്ട് കൊടുക്കാത്ത കുറേ പേരുണ്ട് ഈ കേരളത്തിൽ. 80-70% വരുന്ന ആൾക്കാർ പെണ്ണുമായിട്ട് ജീവിക്കുന്നതിൽ എതിർപ്പുള്ളവരാണ്. പക്ഷെ നമ്മൾ എന്തിനവരെ അതായത് വിളിക്കണം? നമുക്കവരെ വിളിക്കാതിരുന്നാൽ തീരുന്ന പ്രശ്നമല്ലല്ലോ. വിളിച്ചു വരുത്തിയിട്ട് നാണം കെടുന്നത് തെറ്റെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ.